അതിനുശേഷം പണിപ്പുര ടാസ്ക് ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ജിസേലിനും നെവിനും മാത്രമാണ് പണിപ്പുരയിൽ കയറാൻ പറ്റിയത്. 20 സെക്കൻഡ് വീതമുള്ള 3 റൗണ്ടുകളുണ്ട്. അൺലിമിറ്റഡ് പോയിന്റ്സ് ലഭിക്കും. അവരുടെ മാത്രം സാധനങ്ങളും ഫുഡ് ഐറ്റംസും എത്ര വേണേലും എടുക്കാം. ജിസേലിന്റെ ഡ്രസ്സൊന്നും ഓൾറെഡി അതിനകത്തില്ലല്ലോ, ലാലേട്ടൻ കൊണ്ടുപോയതല്ലേ. ആദ്യ റൗണ്ടിൽ അവർ ആവശ്യത്തിന് ഫുഡൊക്കെ എടുത്തു. രണ്ടാമത്തെ മൂന്നാമത്തെ റൗണ്ടിൽ നെവിന്റെ സാധനങ്ങളും മാക്സിമം ഫുഡും അവർ കളക്ട് ചെയ്തു. മൂന്നാമത്തെ റൗണ്ടിന് ശേഷം അനുമോളുടെ ഒരു ട്രാക്ക് സൂട്ട് കയ്യിൽ കിട്ടിയത് ജിസേൽ തിരിച്ച് പണിപ്പുരയിലേക്ക് ഇട്ടു. അനുമോളെ ട്രിഗറാക്കാൻ അനുമോൾ കാണാൻ വേണ്ടി തന്നെയാണ് ജിസേൽ അത് ചെയ്തത്. എന്തായാലും അവരുടെ സാധനങ്ങളൊന്നും കിട്ടില്ലല്ലോ. എന്നാലും അനുമോള് കരയാൻ കിട്ടിയ അവസരം വെറുതെ വിട്ടില്ല. അനുമോള് പണിപ്പുരയിലെ ഗ്ലാസ്സിൽ തലവെച്ച് കരഞ്ഞു. പിന്നെ ബിഗ് ബോസിന് പണിയായിരുന്നു. അനുമോളെ വിളിച്ചു, സമാധാനിപ്പിച്ചു, മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചൊക്കെ പുറത്തേക്ക് വിട്ടു. അനുമോൾ ഇന്ന് കരച്ചിലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് സ്ട്രോങ് ആയപ്പോഴത്തേക്കും ആഹാ, ഇന്നലെ ഇതുപോലെ തന്നെ ഒരാൾ പോയിട്ടുണ്ടായിരുന്നു, രേണു ഇതുപോലെ പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ഓഹോ. ആദിലും ജിസയിലും സംസാരിച്ചു. അനുമോൾ സമയത്തിന് ഫുഡ് കഴിക്കുന്നതിനെ പറ്റിയും എല്ലാവരും ഡ്യൂട്ടി ചെയ്യണം, അതുപോലെ ടാസ്കും കംപ്ലീറ്റ് ചെയ്യണം. അനുമോൾക്ക് പെട്ടെന്ന് കരയാൻ പറ്റുമെന്ന് അനുമോൾ പറഞ്ഞു എന്ന് ആദില പറയുന്നുണ്ട്. പക്ഷെ അനുമോൾ കരച്ചിലൊന്നും ഫേക്ക് ചെയ്യണമല്ല, ശരിക്കും കരഞ്ഞു പോകണമാണ്. പക്ഷെ എന്തിനും എപ്പോഴും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ കരയുമ്പോഴാണ് ഈ പ്രശ്നം. പിന്നെ അനുമോളും ആര്യനും തമ്മിലുള്ള സംസാരമായിരുന്നു. ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നീ ചെയ്തൊന്നും ഞാൻ മറന്നിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഷാനവാസും അതിൻ്റെ കൂട്ടത്തിൽ എരിവിരി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അനുമോൾ ഈ ആര്യൻ പുറകെ നടക്കുന്നത് എൻജോയ് ചെയ്യുന്നുണ്ട്. പലരുടെ അടുത്ത് ഇവനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും അനുമോൾ അവൻ്റെ അടുത്ത് പെരുമാറുന്നത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ബാക്കിയുള്ള പെണ്ണുങ്ങളുടെയൊക്കെ പുറകെ നടക്കുന്ന ആണുങ്ങളൊക്കെ മൊണ്ണകളാന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ അനുമോളുടെ പുറകെ കൊഞ്ചി നടക്കുന്നത് കാണുമ്പോൾ അനുമോൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ പാത്രം കഴുകാൻ പറഞ്ഞ് അപ്പാനി വിളിക്കുന്നുണ്ട്. എനിക്ക് സൗകര്യമുള്ളപ്പോഴേ കഴുകുന്ന അനുമോൾ, തോന്നുമ്പോൾ വരാനും പോകാനും ഇത് സത്രമൊന്നും അല്ലെന്ന് അപ്പാനി. പിന്നെ എടി പോടോ ഏടാന്നൊക്കെ വിളിയായി. എടിന്ന് വീട്ടിൽ ചെന്ന് പെണ്ണുമ്പിള്ളേനെ വിളിച്ചാൽ മതി എന്ന് അനുമോൾ പറഞ്ഞു. പലരും ഇവിടെ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരാളെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞാൽ മോശമായി പോയി. ആ മനുഷ്യന് ഭാര്യ എത്രത്തോളം പ്രിയപ്പെട്ടാണെന്ന് നമുക്ക് ഇത്ര നാൾ കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അങ്ങനെ വായി തോന്നിയൊന്നും വിളിച്ചു പറയേണ്ട കാര്യമില്ലായിരുന്നു. നിന്നെ ഞാൻ എടിന്ന് വിളിച്ചാൽ നീ എന്നെ തിരിച്ച് വിളിച്ചാൽ മതി, എന്റെ വീട്ടിലുള്ളവരെ പറയണ്ട, പ്രത്യേകിച്ച് ഭാര്യയെ പറയണ്ടെന്നൊക്കെ അപ്പാനി പറഞ്ഞു. അനുമോൾ അവിടുന്ന് മാറിയിരുന്നപ്പോൾ പിന്നെ അക്ബറും അപ്പാനിയും പോയി അനുമോളെ ചൊറിയാൻ നോക്കി. സൗണ്ട് ഇങ്ങനെ കൂടി വന്നപ്പോൾ ജിസേലും മര്യാദയ്ക്ക് അവിടെ പോയി പറഞ്ഞു, അനുമോളെ ഇങ്ങനെ ബുള്ളി ചെയ്യാൻ നോക്കണ്ട, അത് അനുമോൾക്ക് കൂടുതൽ ക്യാമറ സ്പേസ് കൊടുക്കും, അതിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും പണി ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്തോളാം, അവളെ വിളിക്കണ്ട. അപ്പാനിയോട് പറഞ്ഞു കൂടുതൽ ഒച്ച വെക്കാൻ പോയാൽ ക്യാമറയിൽ അത് ബാഡായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. ജിസേൽ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഈ മണ്ടന്മാർക്ക് അത് മനസ്സിലാവും തോന്നുന്നില്ല. അനുമോൾ പിന്നെ മാറിയിരുന്ന് ശൈത്യമായിട്ട് സംസാരിച്ചു, ചിരിക്കുന്ന പോലെ അഭിനയിച്ച് കാണിക്കാൻ നോക്കുന്നു. അതിനിടയിൽ അപ്പാനി നല്ല ക്യാപ്റ്റൻ അല്ലെന്ന് പറയുന്നു, അക്ബർ നല്ല വ്യക്തിയല്ലെന്ന് പറയുന്നു. ഇതിന്റെ ഇടയിൽ കൂടെ റെനയോട് ഒരു അമ്മായി സാധനം അനുമോൾ പറഞ്ഞു. എല്ലാവരും ഫാമിലിയെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഇവള് ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവരുന്ന കാര്യമാണ് പറഞ്ഞത്. അത് മോശമാണെന്നുള്ള രീതിയിൽ. അത് ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന എലമെന്റ് അല്ലേ. നമ്മളെല്ലാവരും ആ ഒരു കാലമൊക്കെ കഴിഞ്ഞ് വണ്ടി കയറി ഇങ്ങോട്ട് പോകുന്നു. അനുമോൾ ഇപ്പോഴും അവിടെ നിൽക്കുക. ഒരു കണ്ടസ്റ്റന്റിനെ ആരെ ഹൗസിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് അയാളുടെ ഇഷ്ടമാണ്. അയാൾക്ക് ഇഷ്ടപ്പെട്ട ആളായിരിക്കും, അയാളുടെ ഫാമിലി ആയിരിക്കും, അയാൾ കൂട്ടത്തിൽ ജീവിക്കുന്ന ആളായിരിക്കും, അയാൾ കൂട്ടത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും. അതെല്ലാം ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് വേറൊരാൾ ജഡ്ജ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ലല്ലോ.